ഈ ലോകത്തുള്ള എല്ലാ ആൾക്കാരും അവരെക്കാളുപരി സ്നേഹിക്കുന്നത് സ്വന്തം കുടുംബത്തെ ആയിരിക്കും. എനിക്കും അങ്ങനെ തന്നെയാണ്. അപ്പം ഞാൻ എൻ്റെ കുടുംബത്തെ പറ്റിയാണ് പറയുന്നത്. കൂടുമ്പോൾ ഇമ്പം ഉള്ളതല്ലേ കുടുംബം. പക്ഷെ എൻ്റെ വീട്ടിൽ ഇമ്പം കൂടാൻ ചെന്ന അവസാനത്ത് കൂട്ടത്തല്ലായിരിക്കും കേട്ടോ, കൂട്ടത്തല്ലായിരിക്കും. എൻ്റെ പേര് ആൻസി ചാൾസ്. പേര് കേട്ടാൽ കുറച്ച് റിച്ച് തോന്നെങ്കിലും 16 വെട്ടുകല്ലും 3 കട്ടളയും 4 താങ്ങോട്ടുള്ള നീല ടാർപ്പ വലിച്ചു കെട്ടി വീട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. എന്താണെന്നറിയത്തില്ല, പരിസരത്ത് മരണമോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം ആൾക്കാർ ഓടിയുന്നത് എൻ്റെ വീട്ടിലായിരിക്കും. അപ്പം നിങ്ങൾ ചോദിക്കുന്നത് എന്തിനാന്ന്? അതായത് എവിടെയാണോ നീല ടാർപ്പ അവിടെ ആൾക്കൂട്ടം എന്നാണല്ലോ. അതായത് ചെറിയൊരു കാറ്റടിച്ചാൽ മതി, ഇന്ന് എൻ്റെ വീടിന് ദർശനം തെക്കോട്ടാണെങ്കിൽ നാളെ അത് വടക്കോട്ടായിരിക്കും. ഒരു നിശ്ചയമില്ലാത്ത കഥകളാണ്. വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലാത്തൊരു കുടുംബമാട്ടോ ഞങ്ങളത്. ഉദാഹരണം പറഞ്ഞപ്പോൾ ഡിസംബർ മാസത്തെ എല്ലാവരും നക്ഷത്രങ്ങളൊക്കെ കെട്ടി തൂങ്ങിയ ക്രിസ്മസ് ആഘോഷിക്കത്തില്ലേ, ഞങ്ങൾക്ക് അതിൻ്റെ പോലും ആവശ്യമില്ല. കാരണം വീട്ടിനുള്ളിൽ മലന്ന് കിടന്ന ആകാശം കാണാൻ അറഞ്ചം പുറഞ്ഞ നക്ഷത്രങ്ങളായിരിക്കും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാ ദിവസവും പള്ളിപ്പെരുന്നാളും ഒരു ക്രിസ്മസ് ആണ്. അങ്ങനെ ഒരു രാത്രിയിലാണ് വായും തുറന്നിടുന്ന എൻ്റെ അപ്പാപ്പൻ്റെ ഉള്ളൊരു വെള്ളി നക്ഷത്രം വീണത്. വലിയ പരിക്കുകളൊന്നും ഇല്ല, വാ കീറി അണ്ണാൻ്റെ കണക്ക് ഇപ്പോൾ വായും കീറി 16 സ്വിച്ച് ഇട്ട് കിടക്കുകയാണ് പാവം. ഇനി മഴയുള്ള ദിവസങ്ങളാവട്ടെ ഒരിറ്റ തുള്ളി വെള്ളം വീട്ടിൽ നിന്ന് വെളി വീഴത്തില്ല, എല്ലാം കറക്റ്റ് വീട്ടിനുള്ളിൽ തന്നെ വീഴും. അതുകൊണ്ട് ഞങ്ങൾ ഹാപ്പി ലാൻഡ്, വീഗാലാൻഡ്, വണ്ടർലാൻഡ് അങ്ങനെ ഒരു ലാൻഡിലും പോകാറില്ല. ഫുൾ അഡ്വഞ്ചർ വീട്ടിനുള്ളിൽ തന്നെ കേട്ടോ. പിന്നെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഈ ടൂറിനൊക്കെ പോകുന്നൊരു ഫാമിലിയാണ്, 1 ഡേ ടൂർ. ഞങ്ങൾ 1 ഡേ ടൂറിന് ഈ കാളമൂട്, ചുറ്റൂര്, കാണിക്കൂടി, പേത്തല, കുണ്ടർപ്പങ്ങാടി, ഞങ്ങളുടെ പഞ്ചായത്തില്ല 3 കിലോമീറ്റർ ചുറ്റുള്ള സ്ഥലങ്ങളാണ്. അവിടെ ഈ അതായത് ദൂര സ്ഥലങ്ങളിൽ പോകണം താല്പര്യമുണ്ട്, ക്യാഷ് ഇല്ലാഞ്ഞിട്ടോ താല്പര്യമില്ലാഞ്ഞിട്ടല്ല. 2 ദിവസം വീട്ടിൽ ഞങ്ങളെ മാറിയുന്ന വല്ല ജംബോ സർക്കസുകാർ വന്ന് വീട്ടിൽ ടെന്റ് പണിയോ എന്നുള്ള പേടി അത്രയാണ്. അതാണ് പ്രശ്നം. 67 വയസ്സിൽ പണിക്കുന്ന അപ്പൻ. നാട്ടുകാർക്കും വീട്ടുകാർക്കും ന്യായമായ ഒരേ അഭിപ്രായം, 67 വയസ്സല്ലേ എന്തിനാണ് അപ്പനെ പണിക്ക് വിടുന്നത്, നിനക്കല്ല പ്രായം വല്ല പണിക്കും പോക്കൂടുന്നു. എന്റെ മൂത്തൊക്കെ ചോദിക്കേണ്ട ചോദ്യമാണത്. നമ്മളെ കേന്ദ്ര സർക്കാരിന്റെ റേഷൻ അരിയൊക്കെ കഴിച്ചിട്ട് ഈ തടി തിരിച്ച് സേവനമായി നമ്മൾ സർക്കാരിന് തന്നെ കൊടുക്കണല്ലോ. ഏത് ഗവൺമെന്റ് ജോലി, സർക്കാർ ജോലി. അങ്ങനെ ഞാൻ ഒരുപാട് PSC ടെസ്റ്റ് എഴുതി കേട്ടോ. ദൈവഭാഗ്യം എന്ന് പറയട്ടെ, ഈ അടുത്തിറങ്ങിയ PSC റാങ്ക് ലിസ്റ്റിൽ പേര് വന്നില്ല. അതോടെ എൻ്റെ ശത്രു ലിസ്റ്റിൽ ഞാൻ ഗവൺമെന്റ് പേര് എഴുതി. പിന്നെ ഈ സമയം വരെ ഞാൻ അവരുടെ മിണ്ടിട്ടില്ല, എൻ്റെ ആവശ്യം എനിക്കില്ല, വെറുത്ത് കഷ്ടമായിപ്പോയി. പിന്നെ കുറേ നാൾ കഴിഞ്ഞു പ്രൈവറ്റായിട്ട് ജോലി നോക്കി. ഈ പ്രൈവറ്റായിട്ട് ജോലി നോക്കുമ്പോൾ എല്ലാവർക്കും വേണ്ട ഒരു ഒറ്റ കാര്യം, എക്സ്പീരിയൻസ്. ജീവിതത്തിൽ ഇതേ വരെ ജോലി ചെയ്യുന്ന ഒരാളെ നോക്കി നിൽക്കാൻ പോലും ഇഷ്ടമല്ലാത്ത എനിക്ക് എവിടെ നിന്നാണ് എക്സ്പീരിയൻസ്? പിന്നെ കുറേ നാൾ കഴിഞ്ഞു പുതിയ ഹോബി തുടങ്ങി, പത്രവായന. ഈ പത്രവായന തുടങ്ങേണ്ട കാര്യം സമകാല വിവരങ്ങൾ അറിയാനൊന്നുമല്ല, ഞാൻ നോക്കുന്ന വധുവിനെ ആവശ്യമുണ്ട്, അല്ല ജോബ് വേക്കൻസി. ഈ ജോബ് വേക്കൻസി നോക്കുന്ന എല്ലാ പ്രാവശ്യവും ഞാൻ പത്രം ചെറവറ എടുത്തു നോക്കും കേട്ടോ. നോക്കുന്ന സമയത്തൊക്കെ ഒറ്റ വേക്കൻസി ഉള്ളൂ, സെപ്റ്റി ടാങ്ക് ക്ലീനിങ്. അതോടെ പത്രവായന നൈസിന് അങ്ങ് നിർത്തി. ഇനി എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എൻ്റെ കുടുംബം തന്നെയായിട്ട് വലുത്. കുടുംബത്തെ പറ്റി പറയുമ്പോൾ എൻ്റെ അപ്പനെ പറ്റി പറയുന്നത് അപ്പന് വിഷമം, കാരണം പാവ ഒരു മനുഷ്യനാണ്. പണ്ട് 10ാം ക്ലാസ്സിൽ തോക്കുന്നത് 2ാം ക്ലാസ്സിൽ പടുത്തെടുത്ത കള്ളക്കളവനാണെങ്കിൽ. അതായത് അപ്പയാണെങ്കിൽ എൻ്റെ അപ്പനായിട്ടുണ്ട് പറയല്ല, ഇല്ല എൻ്റെ അപ്പനായിട്ട് പറയല്ല. ഈ രാവിലത്തെ സമയങ്ങളൊന്നും അപ്പം പൊതുവെ വെളിയിറങ്ങാറില്ല, കാരണം രാവിലേക്കാണല്ലോ ബംഗാളികൾ പണിക്ക് വന്നാ. കാനാകാനെന്ന് വെച്ചാൽ എൻ്റെ അപ്പ വേണ്ടെന്ന് പറയും, കാരണം അത്രയ്ക്ക് പാവപ്പെട്ടൊരു മനുഷ്യനാണ്. കുഞ്ഞിക്കൂന സിനിമയിൽ വാസുവണ്ണില്ലേ, വാസുവിൻ്റെ സെയിം അതേ ചുമന്ന കണ്ണുകൾ, ചുണ്ടൻ വെള്ളം മുങ്ങിക്കിടക്കുന്ന കണക്കൊരു മീശയും, 5-6 പല്ല് കേരളത്തിലാക്കി ബാക്കി കുറച്ച് ശ്രീലങ്കയിലായിട്ടുള്ള നീല കലർന്ന കുറച്ച് പല്ലുകൾ. ഒറ്റ നോട്ടത്തിൽ എനിക്ക് എൻ്റെ അപ്പ സുന്ദരന. ഇനി അമ്മയുടെ കാര്യം പറഞ്ഞിട്ടല്ലോ ഭയങ്കര കഷ്ടമാണ്. ഒറ്റ വാക്കി പറഞ്ഞാൽ അപ്പ പാൻറ് എടുത്തോണ്ട് വരാൻ പറഞ്ഞാൽ അമ്മ പോയി പൈൻ്റ് എടുത്തോണ്ട് വരും. ഒരു വെളിവും വെള്ളിയാഴ്ചത്തുള്ള കുടുംബമാണ്. ആ ഫാമിലിയിൽ ഒരു ഇച്ചിരി നോർമലി ഞാൻ മാത്രമേ ഉള്ളൂ. ഇതേ ചോദ്യം എൻ്റെ അപ്പനോടും അമ്മയോടും ചോദിച്ചാൽ അവറ്റകൾ പറഞ്ഞ് എന്താ അറിയാവോ, അവർക്കാണ് നോർമലെന്ന്. സംഭവം ഇവിടെ ഒന്നല്ലല്ലോ വിഷയം. ഞാൻ ബമ്പർ അടിച്ചേ പോത്തുള്ളൂ. ബമ്പർ അടിച്ചില്ലെങ്കിൽ നിങ്ങൾ തരണം, കാരണം വീടിന്റെ പണിയൊക്കെ തുടങ്ങി. അതല്ലെങ്കിൽ ഈ പൂന്തോട്ടത്തിന് വാടകയെങ്കിലും തരണം, തിരിച്ചു കൊടുക്കാനുള്ളതാ. താങ്ക് യു.